ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീക്ക്ലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾക്കൊരു നല്ലൊരു മന്ത് ആയിരുന്നു ഈ ഒരു മാസം. ഏറ്റവും കൂടുതൽ ഞാനും എൻ്റെ സ്റ്റുഡൻസും ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ വിഡ്രോവൽ നടത്തിയ ഒരു മന്തും കൂടിയായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് പേർക്ക് വരുമാനം കിട്ടി, അതേപോലെ ഒരുപാട് അക്കൗണ്ടുകൾ പാസ്സായി. വലിയ വലിയ ടെൻഷനാണ് ശരിക്കും. ഒരു വീക്കിലെ പ്രോഫിറ്റ് വരെ പല ആൾക്കാരും പല കമ്പനികളിൽ നിന്ന് സ്വന്തം റിയൽ അക്കൗണ്ടിൽ തന്നെ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കിയ ഒരു വീക്കാണ്. വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ തന്നെ ഇനിയും ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാകട്ടെ. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കൂടുതൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സ് പോലും പലപ്പോഴും ഞെട്ടിച്ചിട്ടുണ്ട്. ഒരുപാട് അക്കൗണ്ട് പാസ്സാക്കിയ നല്ലൊരു പ്രോഫിറ്റ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, മാർച്ച് തുടങ്ങിയപ്പോൾ മുതൽ പ്രൈസ് ബുള്ളിഷാണ് ആരിയിൽ തന്നെ പോകുന്നത്. നമ്മുടെ അനാലിസിൽ പക്കയായിട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാം വീക്കിന്റെ ആരംഭത്തിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നതെങ്കിൽ പോലും ആ വീക്ക് ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് പോകുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻട്രി എടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ വീക്കാണെങ്കിലും ഇപ്പൊ ഈ ആഴ്ച ഉണ്ടായിരിക്കുന്നത്, കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരിക്കുന്നത് ഇൻസൈഡ് ക്യാൻഡിൽ, എന്നാലും ബുള്ളിഷ് ആണ്. നല്ലൊരു ബുള്ളിഷ് നമുക്കത് കാണാം. എന്നാലും അതിന്റെ ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഏകദേശം ഒരു പുൾ ബാക്ക് എടുക്കാനായിട്ടുണ്ട്. അതിന്റെയാണ് ആ റേഞ്ച് കാണുന്നത്. പക്ഷെ പ്രൈസ് ബുള്ളിഷ് ആണ്. ബൈ എൻട്രീസ് കാണുകയാണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ. ഡേയുടെ ഐഡിയ പോലും പ്രൈസ് ഇതേവരെ എടുത്തിട്ടില്ല. എന്നാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല എൻട്രീസ്. ഇപ്പൊ പ്രീവിയസ് ഡേയുടെ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഇതൊരു പ്രീവിയസ് ഡേയുടെ ഹൈ ലോ സീപ്പ് ചെയ്തപ്പോൾ ഒരു എൻട്രി ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു പ്രീവിയസ് ഡേയുടെ ലോ സീപ്പ് ചെയ്തപ്പോൾ നല്ല എൻട്രി ആയിരുന്നു. ഇവിടെ പ്രീവിയസ് ഡേയുടെ ലോ ഉണ്ടായിരുന്നു, 1 അവറിന്റെ ഓർഡർ ഫ്ലോ ഉണ്ടായിരുന്നു, 4 അവറിന്റെ ഓർഡർ ഫ്ലോ ഉണ്ടായിരുന്നു. നല്ലൊരു സെറ്റപ്പ് ആയിരുന്നു. അപ്പൊ നമുക്കിപ്പോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്ത്, ഇത് മാത്രം യൂസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും നല്ല പ്രോഫിറ്റ് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനിയും നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കുക. നമ്മുടെ 4 അവർ നോക്കണമെങ്കിൽ 4 അവറിന്റെ ഓർഡർ ഫ്ലോയിൽ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്തത്. 1 അവറിലും അതേ പൊസിഷനിൽ 1 അവറിൽ ഒരു ഓർഡർ ഫ്ലോ ഉണ്ടായിരുന്നു. ഓർഡർ ഫ്ലോയിൽ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഈ ഒരു എൻട്രിക്ക് മാത്രം ബുള്ളിഷ്. നിങ്ങൾ എപ്പോഴും ട്രെൻഡ് എങ്ങാടാണോ, പ്രൈസ് നല്ല ബുള്ളിഷിലാണോ ഉണ്ടെങ്കിൽ ആ ട്രെൻഡിനനുസരിച്ചുള്ള ട്രേഡുകൾ എടുക്കുക, ഹോൾഡ് ചെയ്യുക, നല്ല പ്രോഫിറ്റ്. മൾട്ടിപ്പിൾ ടീപ്പ് സെറ്റ് ചെയ്യുക, ഒരു ടീപ്പിലേക്ക് പോകരുത്. പലപ്പോഴും ബിഗിനേഴ്സിന് കൊണ്ട് ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് പറ്റുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻട്രിക്ക് വേണ്ടി അവർ ക്ഷമിച്ചിരിക്കില്ല. എൻട്രി ഉണ്ടാക്കാൻ നോക്കും. ആ സമയത്ത് ചിലപ്പോൾ ഇവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ ഒരു വഴി എടുക്കാൻ നോക്കും. ഇവിടെ നിന്ന് ഇനി പ്രൈസ് മൂവ് ചെയ്താലോ, ഈ ഓർഡർ ബോക്കിൽ വന്നാൽ കൺഫർമേഷൻ ഇല്ലാതെ പലപ്പോഴും കയറുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ട്രാപ്പുകളിൽ പെടും. അപ്പം ലോസ് ഉണ്ടാവും. നല്ലൊരു കൺഫർമേഷൻ എൻട്രി വരുമ്പോഴത്തേക്കും നേരത്തെ ട്രാപ്പുകളിൽ പെട്ടതുകൊണ്ട്, ട്രാപ്പ് എൻട്രിയിൽ കയറിയത് കൊണ്ടാണ് ട്രാപ്പിൽ പെട്ടത്. ആ ട്രാപ്പിൽ പെട്ടതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പേടിച്ച് മാറി നിൽക്കും. ഈ എൻട്രി എടുക്കില്ല, ആ എൻട്രി പ്രൈസ് മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടുക്കേണ്ട സമയത്ത് കറക്റ്റ് ആയിട്ട് എടുക്കുക. അതിന് ഈ അലർട്ട് യൂസ് ചെയ്യുക. കണ്ടോ, ഇവിടെയൊക്കെ ഞാൻ അലർട്ട് ഇട്ട് വെച്ചേക്കണുണ്ടോ. എന്റെ അലർട്ട് ഇട്ട് വെക്കുമ്പോൾ എനിക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വരും. ആ സമയത്ത് ഞാൻ ട്രേഡിൽ കയറുന്ന, നമുക്ക് സുഖമായിട്ട് ആ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുള്ളൂ. ആ സമയത്ത് ആ കൺഫർമേഷനിൽ ട്രേഡ് എടുക്കുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക. നമ്മളൊരു സെറ്റപ്പ് പഠിക്കുന്നത് എന്തിനാണ്? നമുക്ക് ആ ഒരു സെറ്റപ്പ് വരുന്നത് വരെ പേഷ്യൻസോടെ കാത്തിരിക്കുക. ആ സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ട്രേഡ് എടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ എൻട്രി. നമ്മുടെ 1 അവറിന്റെ ഓർഡർ ഫ്ലോ, പ്രീവിയസ് ഡേയുടെ ലോ, അതേപോലെ തന്നെ 4 അവറിന്റെ ഓർഡർ ഫ്ലോ, 1 അവറിന്റെ ഐഡിയയും ഞാൻ ബുള്ളിഷ് ആയപ്പോൾ മുതൽ തുടങ്ങി പറഞ്ഞതാണ്. ഫെബ്രുവരി മുതൽ തന്നെ ആദ്യം പറഞ്ഞതാണ്. 1 അവറിന്റെ സ്ട്രക്ചർ മാപ്പിൽ വന്നൊരു കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ വിടരുത്. നല്ല പ്രോഫിറ്റ് കിട്ടുന്ന മൂവ്മെന്റ് ആണ്. ഞാനൊക്കെ നല്ല പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിൽ നിന്ന് മാത്രം എടുത്തു. നല്ല ട്രേഡ്സുകൾ വീണ്ടും ഉണ്ടായിരുന്നു. സെക്ഷന്റെ ട്രേഡ്സുകൾ ഉണ്ടായിരുന്നു, ഇന്ത്യയുടെ സ്ട്രക്ചറിന്റെ ബൈ എൻട്രീസ് ഉണ്ടായിരുന്നു. എന്നാലും കഴിഞ്ഞ വീക്കിന്റെ ഒരു മൂവ്മെന്റ് ഈ വീക്ക് കണ്ടില്ല. നമുക്ക് ഈ ഹൈ ആയിരുന്നു ടാർഗറ്റ്. അടുത്ത വീക്ക് വന്നിട്ട് മിക്കവാറും ഈ ഹൈ പ്രൈസ് എടുത്തതിന് ശേഷം, ഈ ഹൈ ചിലപ്പോൾ എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ 1 അവറിൽ ബോഡി ബ്രേക്ക് സ്ട്രക്ചർ തരാൻ, പക്ഷെ ചെറിയൊരു രീതിയിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രൈസ് വീണ്ടും നല്ലൊരു പുൾ ബാക്കിൽ വരാം. അപ്പോൾ നമുക്ക് പ്രൈസിന്റെ ഒരു പുൾ ബാക്ക് പ്രതീക്ഷിക്കാനുള്ള ഒരു സമയമായി. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഗോൾഡിൽ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, പുൾ ബാക്ക് എടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ ഒരു വെള്ളിയാഴ്ചയൊക്കെ ആയപ്പോഴത്തേക്കും വാറിന്റെ ന്യൂസുകളൊക്കെ നല്ല രീതിയിൽ വന്നു. വലിയ വാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ആ മൺഡേ ഗ്യാപ്പിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മൺഡേ ഗ്യാപ്പിലാണ് പ്രൈസ് ഓപ്പൺ ചെയ്തത്. പ്രൈസ് ഏകദേശം ഇവിടെ നിന്നേച്ച പ്രൈസ് ഈ ഒരു പൊസിഷനിലാണ് ഓപ്പൺ ചെയ്തത്. ഏകദേശം ഒരു $15, ഒരു $10 മുതൽ $15 വരെ ഗ്യാപ്പിലായിരുന്നു. അപ്പൊ ബുള്ളിഷ് തന്നെയായിരിക്കും എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും താഴേക്ക് വരുമ്പോൾ ഒരിക്കലും താഴേക്ക് വരുന്നില്ല. ഈ ഐഡിയ എടുത്തിട്ട് പ്രൈസ് കയറി നല്ലൊരു മൂവ്മെന്റ് കിട്ടി, നല്ല എൻട്രി കിട്ടി, നല്ല പ്രോഫിറ്റ് കിട്ടി. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഔട്ട് സൈഡിൽ നിന്നാണ് എൻട്രി എടുത്തത്. ഞാൻ ഔട്ട് സൈഡിൽ ട്രേഡ് എടുക്കുന്നത് വളരെ പരിമിതമായിട്ട്. അപ്പൊ ഔട്ട് സൈഡിൽ എടുക്കുന്ന ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ആസ് എ ബിഗിനർ എന്നുള്ള രീതിയിൽ, നമ്മളൊരു ബിഗിനർ ആയി കഴിഞ്ഞ സമയത്ത് നമ്മൾ ഒരിക്കലും ഔട്ട് സൈഡിൽ പോയി ട്രേഡ് എടുക്കരുത്. നമുക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡറിലേക്ക് നമ്മൾ വന്നതിന് ശേഷം, 1 വർഷം കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, അത്രയും നല്ല കൺഫർമേഷണൽ എൻട്രി ആണെങ്കിൽ മാത്രം ഔട്ട് സൈഡിൽ പോയി എൻട്രി എടുക്കുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റിലും ആണെങ്കിലും ഇതേപോലെ പല ഓർഡർ ഫ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് നല്ല നല്ല എൻട്രീസ് ഉണ്ടായിരുന്നു. ഇപ്പൊ 15 മിനിറ്റിന്റെ ഒരു ഓർഡർ ഫ്ലോ ഒക്കെ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും
പലപ്പോഴും ഇതൊരു ബിയറിഷ് മൂവ്മെന്റിനെ ബുള്ളിഷ് മൂവ്മെന്റിനെ ഇതൊരു ബിയറിഷ് മൂവ്മെന്റിനെ ബുള്ളിഷ് മൂവ്മെന്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് ഇതൊരു 50 മിനിറ്റിന്റെ ഓർഡർ ഫ്ലോ ആണ്. ഈ ഓർഡർ ഫ്ലോയിൽ നിന്നാണ് പ്രൈസ് കയറിപ്പോയേക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കി നമുക്ക് എന്ത് ചെയ്യാം, അതും നോക്കായിരുന്നു. അപ്പൊ നല്ല രീതിയിലുള്ള എൻട്രികളായിരുന്നു ഈ ഒരു ദിവസങ്ങളിൽ നമുക്ക് കിട്ടിയത്. നമ്മൾ ഈ ഒരു എൻട്രിയാണ് അന്ന് പറഞ്ഞത്. ഇപ്പോഴും നമുക്ക് സെക്ഷന്റെ എൻട്രീസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പൊ നല്ല നല്ല എൻട്രികൾ ഉണ്ടായിരുന്നു. നമുക്ക് ഇനി നെക്സ്റ്റ് GBP USDയിലേക്ക് നോക്കാം. GBP USDയിൽ മന്തിന്റെ നോക്കുമ്പോൾ ഓൾറെഡി പ്രൈസ് ബിയറിഷ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു 4 ഹവറിന്റെ ഒരു ചേഞ്ച് ഓഫ് കാർട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പ്രൈസ് ബിയറിഷ് ആയിരുന്നു. അപ്പോൾ 4 ഹവറിന്റെ സ്ട്രക്ചറാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത്. അതുകൊണ്ട് നമുക്ക് ഈ വീക്ക് നോക്കിക്കഴിഞ്ഞാൽ ബിയറിഷ് ആയിരുന്നു. മുമ്പത്തെ ഒരു ബിയറിഷ് ആയിരുന്നു. അതായത് 4 ഹവറിൽ പ്രൈസ് നല്ല രീതിയിൽ ഒരു റേഞ്ച് സൃഷ്ടിച്ചതിന് ശേഷമാണ് പ്രൈസ് മൂവ് ചെയ്ത് താഴേക്ക് പോയത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മിക്കവാറും ഈ ലോ ആയിരിക്കും. ഇനി ഇങ്ങോട്ട് കയറി വരാനുള്ള സാധ്യതയില്ല. 4 ഹവറിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. ആക്ച്വലി നോക്കിയ 4 ഹവറിന്റെ ഈ ഒരു റേഞ്ചിൽ നിന്ന് കഴിഞ്ഞപ്പോഴാണ് പ്രൈസ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആവുന്നു. പിന്നെ ഈ ഒരു റേഞ്ചിൽ കണ്ട, ഈ ഒരു റേഞ്ചിൽ പ്രൈസ് നിന്നിട്ടാണ് ഇവിടെ മുതൽ നമ്മൾ നല്ല ബൈ എൻട്രി എടുത്തു. പക്ഷെ നോക്കിയാൽ ഇവിടെ ഇങ്ങോട്ട് വന്നതിനേക്കാളും ദിവസങ്ങൾ എടുത്തിട്ടാണ് ഈ റേഞ്ച് സൃഷ്ടിച്ച പ്രൈസ് ഓൾറെഡി ബിയറിഷിലേക്ക് ചേഞ്ച് ഓഫ് കെയർ തന്നെന്നും പറഞ്ഞ് പെട്ടെന്ന് അതിനെ പ്രൈസ് ബിയറിഷ് ആകില്ല. ഈ 4 ഹവറിന്റെ ഐഡിയ എടുത്ത ആൾക്കാർക്ക് അറിയാം, ഈ ലോ ടാർഗറ്റ് ചെയ്ത് നോക്കരുത്. നമ്മൾ മൾട്ടിപ്പിൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുക. അങ്ങനെ ടാർഗറ്റ് ചെയ്ത് നോക്കിയവർക്ക് ബ്രേക്ക് ഇവൻ അടിച്ചിട്ടുണ്ടാവും. പക്ഷെ ബ്രേക്ക് ഇവൻ അടിച്ചു കഴിഞ്ഞാൽ 4 ഹവറിന്റെ ഐഡിയ എടുത്തിരിക്കുന്നത് 4 ഹവറിന്റെ ക്യാനില് ലിക്വിഡിറ്റി ഗ്രാബാണ് നടത്തിയിരിക്കുന്നത്, വിക് ബ്രേക്കാണ് നടത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് വീണ്ടും അതിനെ വിക് ബ്രേക്ക് നടത്തി ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഈ ക്യാൻഡിൽ സുഖമായിട്ട് അവിടെ കൺഫർമേഷൻ ഉണ്ടാകുന്ന സുഖമായിട്ട് ഈ സെല്ല് എടുക്കായിരുന്നു. ഇതിനേക്കാളും ഹൈ പ്രയോറിറ്റിയാണ്. ഒരു 75% ഒക്കെ ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞ് TP അടിച്ചില്ലെങ്കിൽ നെക്സ്റ്റ് വീണ്ടും ഇവിടെ നിന്ന് വരികയോ അല്ലെങ്കിൽ അടുത്ത ഒരു ഓർഡർ ബ്ലോക്കിൽ വരികയോ ഏതെങ്കിലും ഒരു POയിൽ വരികയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ സെല്ല് നോക്കാമായിരുന്നു. നല്ല എൻട്രി ആയിരുന്നു ആ 2 എൻട്രി ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ GBP USDയിൽ. അതേപോലെ ഞാൻ പറഞ്ഞു ഇനിയും പ്രൈസ് ബിയറിഷ് തന്നെയാണ്. പിന്നെ അടുത്തൊരു ബിയറിഷ് പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് 4 ഹവറിലേക്ക് വന്നെങ്കിൽ ധൈര്യമായിട്ട് നമ്മളിപ്പോ ഗോൾഡിന്റെ 1 ഹവർ പറഞ്ഞതുപോലെ തന്നെ GBP USD 4 ഹവറിൽ വന്നിട്ടുണ്ടെങ്കിൽ വലിയ സിംഗ് ട്രേഡ് ദിവസങ്ങളോ ആഴ്ചകളോ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ട്രേഡുകൾ നിങ്ങൾക്ക് കിട്ടും. നല്ലൊരു ബിയറിഷിലേക്ക് തന്നെ പ്രൈസ് മൂവ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ സെക്ഷന്റെ ട്രേഡുകളിലും എടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് AUD നോക്കാം. ഓസ്ട്രേലിയൻ ഡോളർ ഓൾറെഡി നമ്മളുടെ ഗോൾഡിൽ കണ്ടതുപോലെ, GBP USDയിൽ കണ്ടതുപോലെ തന്നെ ഓൾറെഡി ബിയറിഷ് ആണ് ഈ മാസം. നമ്മുടെ കറൻസികൾ ഓൾറെഡി ബിയറിഷിലാണ്. മന്ത് സ്ട്രക്ചർ നോക്കിയാൽ ബിയറിഷ് ആണ്, വീക്കിന്റെ സ്ട്രക്ചർ നോക്കിയാൽ ബിയറിഷ് ആണ്, നമ്മൾ ഡെയിലിയുടെ സ്ട്രക്ചർ നോക്കിയാലും ബിയറിഷ് ആയിരിക്കും. അപ്പോൾ ഓൾറെഡി ഈ മാസവും പ്രൈസ് ബിയറിഷ് തന്നെയാണ്. വീക്കിന്റെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ബിയറിഷ് ഈ ലോ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത തന്നെയുണ്ട്. ഈ ലോ ബ്രേക്ക് ചെയ്ത് ഈ ലോയും ബ്രേക്ക് ചെയ്യാനുള്ള ചിലപ്പോൾ സാധ്യത ഉണ്ടാവും. ഡേയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും പ്രൈസ് പുതിയൊരു ബ്രേക്ക് സ്ട്രക്ചർ എടുക്കാനുള്ള സാധ്യതയുണ്ട്. പ്രൈസ് എനിക്കൊന്ന് 2023 ജാനുവരിയിലാണ് എക്സ്ട്രീം വാട്ടർ ബ്ലോക്കിൽ വന്നത്. അതിനുശേഷം പ്രൈസ് വന്നു, താഴേക്ക് വന്നു, പിന്നെ ഒരു ഇന്റേണലിൽ പ്രൈസ് ഒരു ഹൈ എടുത്തു, വീണ്ടും പ്രൈസ് താഴേക്ക് വന്നു, വീണ്ടും പ്രൈസ് വന്നു. ഈ ഒരു സ്ട്രക്ചർ നല്ലൊരു സ്ട്രക്ചറാണ്. ബോഡി ബ്രേക്ക് ചെയ്ത ഈ ഒരു ലോ ബോഡി ബ്രേക്ക് ചെയ്തിട്ട് ഈ ലോയും ബോഡി ബ്രേക്ക് ചെയ്തു. അപ്പൊ ഇതിന്റെ എക്സ്ട്രീമിൽ വന്നു കഴിഞ്ഞാൽ പ്രൈസ് എന്തായാലും പുൾ ബാക്ക് എടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് പുതിയൊരു ബ്രേക്ക് സ്ട്രക്ചർ ഏകദേശം ഒരു 1.5 വർഷം കൊണ്ടായിരിക്കും ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 ഹവറിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതാണ്, 4 ഹവറിന്റെ സ്ട്രക്ചറിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇനി ഒരു ബിയറിഷ് ചേഞ്ച് ഓഫ് കാർട്ട് തന്നു, ഐഡിയൻ തന്നു, പ്രൈസ് നമ്മളുടെ ഒരു ഡിസിഷൻ ഓബി എന്നുള്ള രീതിയിൽ വന്നിട്ടില്ല. നമ്മുടെ ഒരു ഓർഡർ ഫ്ലോ ആണ്. ഓർഡർ ഫ്ലോ ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്ത ഓർഡർ ഫ്ലോ ആണ്. എന്നാൽ നമ്മൾ റിഫൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ഓർഡർ ഫ്ലോ ഉണ്ടാവും, അതിലായിരിക്കും മിക്കവാറും മിറ്റിഗേറ്റ് ചെയ്തത്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 4 ഹവറിന്റെ ഐഡിയം എടുത്തു കഴിഞ്ഞാൽ 4 ഹവറിൽ തന്നെ ഇവിടെ ഒരു IFC ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം തന്നെ പ്രൈസ് നല്ലൊരു പുൾ ബാക്ക് എടുക്കാനുള്ള സാധ്യത ഓസ്ട്രേലിയൻ ഡോളറിലുണ്ട്. എവിടം വരെ എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വിക്ക് മിറ്റിഗേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇനി പ്രൈസിങ് കൂടെ ചിലപ്പോൾ താഴേക്ക് വരില്ല, ഈ ഒരു ഹൈ വരെ എടുക്കുക. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 മിനിറ്റ് സെക്ഷൻ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, ബൈ എൻട്രി പരമാവധി നോക്കുക. അപ്പൊ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഓൾറെഡി ആ ഒരു പുൾ ബാക്ക് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ചിലപ്പോൾ ചേഞ്ച് ഓഫ് കാർട്ട് തരാം. പക്ഷെ ആ പുൾ ബാക്ക് എടുത്തതിന് ശേഷം പ്രൈസ് വീണ്ടും താഴേക്ക് തന്നെ മൂവ് ചെയ്യാം. പിന്നെ നമുക്ക് യൂറോ USD ആണ്. മന്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും ബിയറിഷ് തന്നെ ആയിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻസി എല്ലാം ഈ മാസം ബിയറിഷ് ആണെങ്കിൽ ഒരേ രീതിയിൽ തന്നെ ബിയറിഷ് ആണുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ നമുക്ക് വീക്കിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് ഓൾറെഡി ബിയറിഷ് ആയിരുന്നു ആ ഒരു ദിവസങ്ങളിൽ. ഇവിടെ എക്സ്ട്രീമിൽ വന്നെന്നും പറഞ്ഞ ഒരു പുൾ ബാക്ക് എടുക്കാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ
പറയാൻ പറ്റില്ല, എടുക്കാനുള്ള സാധ്യത കുറവാണ്. ഓൾറെഡി നല്ല രീതിയിൽ പക്ഷേ ഈ ലോ ഒന്നും കൂടി ഒന്ന് CP കേട്ടോ, അതായത് $1 താഴെ വീണ്ടും പ്രൈസ് വരും. ആ ഒരു മൂവ്മെന്റിലേക്ക് തന്നെയായിരിക്കും പ്രൈസ് വരുന്നത്. ഇപ്പൊ ഡേയിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിലും പുതിയ ബ്രേക്ക് സ്ട്രക്ചർ വരാം, പ്രൈസ് ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത തന്നെ ഉണ്ടാകില്ല. ഈ ലോയൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. ചിലപ്പോൾ ഇവിടെ നിന്ന് ചിലപ്പോൾ ഒരു പുൾ ബാക്ക്, ജസ്റ്റ് ചെറിയൊരു പുൾ ബാക്ക് എടുത്തതിന് ശേഷം പ്രൈസ് താഴേക്ക് മൂവ് ചെയ്യാം. 4 ഹവറിലാണെന്നുണ്ടെങ്കിൽ EURUSD 4 ഹവറിൽ IDM എടുത്തു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒന്നെങ്കിൽ ഇതിന്റെ വന്ന് ലോ ബ്രേക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡിസിഷൻ OBയിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഡിസിഷൻ OBയിൽ നിന്ന് പ്രൈസ് താഴേക്ക് പോവാം. അപ്പൊ അത്രമേ ഉള്ളൂ. EURUSDയിലും ആണെങ്കിലും ബിയറിഷിലേക്കാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി തന്നിരിക്കുന്നത്. കഴിഞ്ഞാൽ അറിയാം, ഈ ഇംബാലൻസ് ഒക്കെ എടുക്കുമെന്ന് വിചാരിച്ച് വെറുതെ ബൈ ചെയ്ത് ലോങ് ടൈം ബൈ ചെയ്ത് ഇടരുത്. ട്രെൻഡ് നോക്കുക, ട്രെൻഡിനനുസരിച്ച് മാത്രം ട്രേഡ് എടുക്കുക. അപ്പൊ എടുക്കുന്ന ട്രേഡുകൾ വളരെ ശ്രദ്ധിക്കുക. അപ്പൊ ഇനി അടുത്തൊരു മാസവും പുതിയതായിട്ട് തുടങ്ങും. അപ്പൊ ഈ മാസത്തിലെ ലാസ്റ്റ് വീക്കായിട്ട് വരുന്നത് ഈ ആഴ്ചയാണ്. അപ്പൊ ഈ ആഴ്ച നല്ല രീതിയിൽ ട്രേഡ് എടുക്കുക, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുക. അടുത്ത മാസവും ഇതേവരെ കണ്ടിന്യൂ ചെയ്യുക. എവരി വീക്ക് ആൻഡ് മന്ത് പ്രോഫിറ്റിൽ പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പൊ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.